ഇനി വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ പ്രിയപ്പെട്ട രവിയണ്ണൻ തിരിച്ചു വരികയാണ്. എല്ലാ വിഷയത്തിലും രവിയണ്ണന് അതൊരു ഒരു ഒന്നൊന്നര അനാലിസിസ് ആയിരിക്കും. കാരണം എല്ലാ വിഷയങ്ങളിലും ഒരു മനുഷ്യനും കോമൺ സെൻസ് കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പൊസിഷൻ വളരെ മനോഹരമായിട്ട് സാർ പറഞ്ഞു. അപ്പോൾ ഇറാൻ ഇസ്രായേൽ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂപ്പര് ആരിഫ് ഹുസൈനിലേക്ക് വന്നിരിക്കുകയാണ്. ഇറാന്റെ വിഷയത്തിലേക്ക് മറ്റേ ഇസ്രായേലും വിചാരിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ ഒരു നറേറ്റീവ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് രവിയണ്ണന്റെ വിശദീകരണങ്ങളിലേക്ക് പോവാം. ലണ്ടൻ കോയക്കളിൽ ആരിഫ് ഹുസൈനെ കോയമാർ പഞ്ഞിക്കിട്ടു എന്ന് പറയുന്നത് സാറിന്റെ നിരീക്ഷണം. ഞാനത് ഫേസ്ബുക്കിൽ കണ്ടു. പിന്നെ ഇസ്ലാമിക മതസാഹിത്യത്തിൽ ഉള്ള എന്നാൽ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിലും അനുബന്ധ സദസ്സുകളിലുമൊക്കെ യാതൊരുവിധ എതിർപ്പോടും കൂടി ഇല്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത്. അത് കോൺഫിഡൻസ് ആണ് പറച്ചില്ലേ. ഒന്ന് ഫസ്റ്റ് തന്നെ ചിരിണ്ടോ. ഇസ്ലാമിക സാഹിത്യത്തിൽ എത്ര കാലമായിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ കേൾക്കാൻ പറ്റുന്ന എന്ത് പച്ച നുണയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇസ്ലാമിക സൊസൈറ്റികളിലോ ഇസ്ലാമിക സദസ്സുകളിലോ ഒരു പ്രശ്നം ഇല്ലാത്തൊരു കാര്യമാണ് എന്ത് സ്വന്തം മകളെ കല്യാണം കഴിക്കുക. അത്രയും നോർമൽ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. കേരളത്തിലും ആളുകൾ ഇതുവരെ മുസ്ലിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഈ 2 കൊല്ലത്തോളം മുസ്ലിങ്ങൾ കേരളത്തിൽ വന്നിട്ടുള്ളത്. എത്ര ആളുകൾക്ക് മുസ്ലിങ്ങൾ ആചാരത്തെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും എല്ലാ ആസ്പെക്റ്റിലും കൃത്യമായിട്ട് അറിയാം. ഹൈന്ദവർക്കാണെങ്കിലും ക്രൈസ്തവർക്കാണെങ്കിലും. നിങ്ങൾ എവിടെ കേട്ടില്ല ഈ ചർച്ച? ഇനി മുസ്ലിങ്ങളായിട്ട് ആളുകൾ മതം വിട്ട ആൾക്കാരുണ്ടല്ലോ. നിങ്ങളൊന്ന് ജെന്യൂൻലി ആലോചിക്കുന്ന ആളുകളുടെ നിങ്ങൾ ചിന്തിച്ചു എവിടെ കേട്ടിട്ടുള്ളത്? ഇതില് ജസ്റ്റ് ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും. എന്ന് വെച്ചാൽ നേരെ ഖുർആനിലെ ഡയറക്റ്റ് ആയത്താണ്. നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു നിങ്ങളുടെ ഉമ്മമാർ മക്കളെയും. എന്ന് വെച്ചാൽ അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതിന് ഒരു തരത്തിലുള്ള ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് ഇയാൾ പറയാണ് ഓക്കെ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ വാദമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിലോ ഓക്കെ, ഇത് ഇസ്ലാമിക് സൊസൈറ്റിയിൽ പൊതുവായി അംഗീകരിച്ചൊരു കാര്യമാണെന്ന് അത് തട്ടിവിട് തന്നെ. എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ആ ജർമ്മൻ ഭീകരന്റെ വിഷയത്തിൽ പറഞ്ഞതാണ്. ജർമ്മനിയിലെ ഭീകരൻ എക്സ് മുസ്ലിം ആയിരുന്നു, പിന്നീട് അയാൾ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് സാഹചര്യ തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്ത് സാഹചര്യ തെളിവ്? ഒരു തെളിവില്ല. ഇയാളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്തും ഇയാൾക്ക് പറയാം. അത്രയും കോൺഫിഡൻസ് ആണ്. ഒരു വിഷയം എപ്പോഴും എഴുതി കിട്ടിയാൽ അത് സംഭവിക്കാത്ത കാര്യമാണെങ്കിൽ പോലും സംഭവിച്ചതുപോലെ കൃത്യമായ എക്സ്പ്ലനേഷൻ ബോസ് കൊടുക്കും. അതങ്ങ് വിശദീകരിക്കാനുള്ള കോൺഫിഡൻസ് അയാൾക്കുണ്ട്. അതെന്ത് പറഞ്ഞാലും തൊണ്ട തുടങ്ങാതെ ഒഴുകുന്നത്. ആ ചർമ്മ സൗഭാഗ്യം അത് ഭയങ്കരമാണ് കേട്ടോ. കണ്ടാമൃഗം പോലും തോറ്റു പോകുന്ന രൂപത്തിലുള്ള ചർമ്മ സൗഭാഗ്യമാണ്. പറയാതെ വയ്യ. കാരണം ഇതിനിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞതാണ്. ഖുറാനിലല്ല ഉള്ളത്, മദ്ഹബുകളിലാണ്. ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. ഇപ്പൊ ആ സോഴ്സ് പറഞ്ഞത് തെറ്റിപ്പോയി. അത് മാത്രമല്ല, അത് ഈ ആ സ്ക്വയറിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അപ്പൊ ഖുർആനിലുള്ളതെന്ന് പറഞ്ഞ ചെറിയൊരു സോഴ്സിലുള്ള വ്യത്യാസം മാത്രമാണ്, ചെറിയ വ്യത്യാസം. അത് നമുക്ക് വരാം എന്താണ് ഉള്ളത് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലും ഇല്ല, ഇസ്ലാമിൽ ഒരു സ്ഥലത്തും സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പറ്റൂല. അത് ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ ഇനി വരാം. ഏതെങ്കിലും മദ്ഹബ് എന്നുള്ളതൊക്കെ മൂപ്പര് മനസ്സിലാക്കിയതിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ അത് പാടില്ല. അത് എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അത് ഏത് രൂപത്തിലുള്ള മകളാണെങ്കിലും കല്യാണം കഴിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഇസ്ലാമിന്റെ നിയമം. അത് മദ്ഹബിലാകട്ടെ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലാകട്ടെ ഹദീസുകളിലാകട്ടെ അത് പാടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇയാളായിട്ട് തട്ടിവിടുകയാണ്. ഇനി പിന്നെ ലണ്ടനിൽ ത്രെട്ടനിങ് ആയിട്ട് അഗ്രസീവ് ആയിട്ടാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ അവിടെ വരുന്നത്, ശബ്ദം ഉയർത്തുക. അവിടെ വെച്ച് പല ക്രിസ്ത്യൻ അതേപോലെയുള്ളവർക്കൊക്കെ അവരെ ആക്രമിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഒരാൾ സംസാരിക്കുന്നു, ചുറ്റും കൂടി നിന്ന് ആളുകൾ വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നു. വാട്ട് ഈസ് ദിസ്? അതിനകത്ത് എന്താണ് ഡിബേറ്റ്? എന്നിട്ട് അവൻ ചോദിക്കും, നിങ്ങൾ BJP കാരനാണോ? നിങ്ങൾ ബേബി കില്ലറിനെ അനുകൂലിക്കുന്നതാണോ? ആ ചോദ്യം ഒന്നും സാറിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ കുറെ ആൾക്കാർ ഒന്നത് മനസ്സിലാക്കേണ്ടത് ഈ നുണയന്റെ കൂടെയാണ് കുറെ ആൾക്കാർ അവിടെ ഉള്ളത്. ആ ബാക്കിൽ ബോർഡും പിടിച്ചു വെക്കുന്ന ആ ആത്മാർത്ഥതയുള്ള പോരാളിയൊക്കെ കണ്ടില്ലേ? അതേപോലെ അദ്ദേഹത്തിന് ഈ വ്യക്തിയുടെ കൂടെ കുറെ ആൾക്കാരുണ്ട്. അവിടേക്ക് എന്ത് ചെയ്യാണ്, ഇയാൾ അവിടെ നിൽക്കുമ്പം സ്പീക്കേഴ്സ് കോർണറിന്റെ രീതിയാണ്. ചില ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കും, ക്യാമറ കയറ്റി നിൽക്കുന്നുണ്ടാവും, വേറെ ആൾക്കാർ വരും. അങ്ങനെ വന്ന ഒരു ടീമിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് എല്ലാ ഡിസ്കഷനും അവിടെ നടക്കുന്നത്. സ്പീക്കേഴ്സ് കോർണറിൽ എല്ലാ ഡിസ്കഷനും അങ്ങനെയാണ് നടക്കാറുള്ളത്. അത് കണ്ടിട്ടുണ്ടാവില്ല. ശരി, ഇവിടെ എന്താണ്, ഇവിടെ ആരിഫ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ബോസിന്റെ ആളായതുകൊണ്ട് അവിടെ കുറെ ആൾക്കാർ കൂടി ശബ്ദം ഉണ്ടാക്കി എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ആ ശബ്ദം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ആ 20 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ കിട്ടുമായിരുന്നു. അതല്ലേ വിഷയം തെറ്റിയൊന്നല്ല പ്രശ്നം. ആള് കൂടുതലാണ്, ശബ്ദം കൂടി ഉണ്ട്, പിന്നെ മുമ്പ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ഓരോ അംഗത്തിന്. ഇതൊക്കെയാണ് ഇപ്പൊ വിഷയം. ആയത്തുണ്ടോ? ചോദ്യത്തിലുള്ളൂ. ആയത്തുണ്ടോ? അത് കിട്ടിയിട്ടുണ്ടോ?
ഇല്ലല്ലോ. പറഞ്ഞ വിഷയം നോണ കൈയോടെ പിടിച്ചു, ഉരുകി, അതായത് വേർത്തൊലിച്ചു, ഓടി. പ്രശ്നമല്ല. ഓടി, ലണ്ടനിൽ നിന്ന് ഓടി, എന്നിട്ടൊന്നൊരു വിഷയമല്ല. പക്ഷെ ആള് കൂടി ശബ്ദം ഉണ്ടാക്കി ആണ് മെയിൻ പ്രശ്നം. ഇത് വെറും ഈ മതവെറിയിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള അഗ്രഷനാണ്. ഈ അഗ്രഷൻ കൊണ്ട് ആളുകളെ, വിമർശകരെ എല്ലാം നിശബ്ദരാക്കാനായിട്ടുള്ള ശ്രമമാണ്. ഇത് പല രീതിയിൽ പലയിടങ്ങളിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ എന്തിനാ ആരിഫ് ഇവിടേക്ക് പോയത്? എന്തിനാ ഇത് പറയുന്ന കേട്ടാ തോന്നുന്നു ആരിഫിന്റെ വീട്ടിൽ പോയിട്ട് ആരോ ഡിബേറ്റ് അങ്ങോട്ട് പോയതാണ്. അങ്ങോട്ട് പോയിട്ട് ഞാനിതാ മുസ്ലിങ്ങളെല്ലാം വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നതാണ്. എന്നിട്ട് അവിടെ പോയി നിന്ന് കിട്ടാനുള്ള അടിയൊക്കെ കൊണ്ടിട്ട് പറയണം ഇങ്ങനെ നല്ല ഡിബേറ്റ് വേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് സംവാദം ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ. എന്തായാലും സംഗതിയൊക്കെ ഉള്ളതാണ്. ആരിഫ് ഹുസൈൻ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. സോഴ്സ് ഓക്കെ, ഖുറാനിലില്ല. ഖുറാനാണോ ഈ മതം റൺ ചെയ്യുന്ന തന്നെ ബേസിക്കലി ഹദീസ് വെച്ച്. രവിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടി. ആരിഫ് ഹുസൈൻ പറഞ്ഞതിൽ തെറ്റില്ല. ആരിഫ് ഹുസൈന്റെ പരാമർശം ശരിക്കും ആലോചിക്കണേ. മകളെ കല്യാണം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട്. അതിൽ രവിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി, അത് അതിലൊരു തെറ്റുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആയത്ത് ഇവിടെ ഖുർആനിലുള്ള ഈ ഒരു സർട്ടിഫിക്കേഷൻ വേണ്ടിയിരുന്നു. രവി സാർ പറഞ്ഞിരിക്കുന്നു, ആരിഫ് പറഞ്ഞതിൽ തെറ്റില്ല, മതി. എന്തായാലും സംഗതിയൊക്കെ ഉള്ളതാണ്. ആരിഫ് ഹുസൈൻ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. സോഴ്സ് ഓക്കെ, ഖുറാനിലില്ല. ഖുറാനാണോ ഈ മതം റൺ ചെയ്യുന്ന തന്നെ ബേസിക്കലി ഹദീസ് വെച്ചാണ്. പിന്നെ ഖുറാനും ഒട്ടും ഭേദമല്ല, അതിനകത്തും ഉണ്ട് എന്ന് തന്നെ ഇന്ന് പല ആളുകളും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതേ കാര്യം പറയുന്നുണ്ട് എന്ന്. അപ്പൊ ഇയാളുടെ ഒരു വിവരം നോക്കുക. ഇയാള് പറഞ്ഞതാണ് ഖുർആനിലില്ല. ഓക്കെ, സോഴ്സ് മാറിപ്പോയി, നമുക്കത് എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഖുർആൻ മാത്രമല്ല ഇസ്ലാമിന്റെ പ്രമാണം, ഹദീസുകളും പ്രമാണമാണ്. അപ്പൊ ഹദീസുകൾ പ്രമാണമാണ്. അപ്പൊ ഇയാൾ മനസ്സിലാക്കിയത് എന്താണ്? മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ആൾക്കാർ സ്ക്രീൻഷോട്ടൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ ഇയാൾ വിചാരിച്ചത് ഖുർആനിലല്ല ഹദീസിലുണ്ട്. അറബി എഴുത്തുകളെല്ലാം ഒന്നുകിൽ ഖുർആൻ അല്ലെങ്കിൽ ഹദീസ്. അത് നമുക്ക് അപ്പൊ മദ്ഹബിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മനസ്സിലാക്കി ഹദീസാണ് മദ്ഹബ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഈ ഫിഖ് കർമ്മശാസ്ത്രത്തെ വിശദീകരിക്കുന്ന സരണികളെയാണ് നമ്മൾ എന്ത് പറയാം, മദ്ഹബ് എന്ന് പറയാം. സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പല പണ്ഡിതന്മാരുണ്ടാവും. ആ പണ്ഡിതന്മാർ പറയുന്ന ചർച്ചകളെയാണ് മദ്ഹബിലെ ചർച്ചകൾ എന്ന് പറയാം. അഥവാ ഈ ഇസ്ലാമിലെ കർമ്മശാസ്ത്രം ഖുർആനിലും ഹദീസിലും കിടക്കുന്നുണ്ട്. ഈ ഖുർആനിലും ഹദീസിലും കിടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചില പണ്ഡിതന്മാർ അവരുടെ വീക്ഷണത്തിൽ പറയുന്നു. ആ പറച്ചിൽ എന്താ പറയാ, അവരുടെ ശിഷ്യന്മാരെ കുറച്ചുകൂടി വ്യാപിപ്പിക്കുന്നു, വിശദീകരിക്കുന്നു. അങ്ങനെ പറയുന്ന ഓരോ പണ്ഡിതന്മാരുടെയും വീക്ഷണങ്ങളെയാണ് ഓരോ മദ്ഹബുകൾ എന്ന് പറയാം. അതിൽ പ്രൊമിനന്റ് ആയിട്ട് ജനറലി 4 മദ്ഹബുകളാണ് പറയാറുള്ളത്. അതിനേക്കാൾ മദ്ഹബുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ വിശദീകരണ രീതികൾ നമുക്ക് ഇസ്ലാമിക ലോകത്ത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് വിശദീകരിക്കുന്ന രീതികൾ, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം സ്ക്രീൻഷോട്ട് അയച്ചെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന പൊന്നാനിയിൽ ജനിച്ച കേരളത്തിലൊരു മലയാളിയായ ഒരു വ്യക്തിയുടെ ഒരു പുസ്തകമാണത്. അപ്പോൾ നമ്മൾ പറയുന്നത് ആ വ്യക്തി വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഇസ്ലാമിൽ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങളെ പരമാവധി പഠിക്കാൻ ശ്രമിച്ച ആളുകൾ എന്നുള്ളതാണ്. ആ നിലക്ക് അവരുടെ അറിവിന്റെ പേരിൽ അവരെ ബഹുമാനിക്കും. പക്ഷേ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അറ്റ്ലീസ്റ്റ് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, പക്ഷേ അറ്റ്ലീസ്റ്റ് അതിന്റെ ബേസിക്സ് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ദൈവികമായ വചനങ്ങൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരല്ല. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന് പറയും. മുഹമ്മദ് നബിയുടെ തന്നെ ഒരു വാചകമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൽ മറ്റ് മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വ്യത്യസ്തമാക്കുന്നതാണ്. മറ്റു മതങ്ങളിലൊക്കെ ഒരു പുരോഹിതൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ കൗൺസിലുകൾ പറഞ്ഞാൽ അത് പ്രമാണമാണ്. അതാണ് ആ മതത്തിന്റെ ആത്യന്തികമായ വേർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആനോട് യോജിക്കുന്നതാണെങ്കിൽ അത് എടുക്കും. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. പരിഗണിക്കും, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും വചനങ്ങളൊക്കെ പരിഗണിക്കും. പക്ഷെ അത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രമേ അതിന് ആ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതുവരെ ചോദിച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഈ മദ്ഹബുകളുടെ തന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത് വിശദീകരിക്കും നമുക്ക് കാണാം. മഹാനായ ഇപ്പം ഷാഫി മദ്ഹബിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷാഫി ഇമാം തന്നെ, അതായത് മദ്ഹബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്റെ സംസാരങ്ങൾക്കെതിരായിട്ട് നിങ്ങൾക്ക് ഖുർആനിലോ ഹദീസിലോ വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വാചകങ്ങൾ നിങ്ങൾ വലിച്ചെറിയണം എന്നാണ്. അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാം മാലിക് പറയുന്ന ഒരു വാചകമുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ഒഴികെ ബാക്കി ആർക്കും തെറ്റുകൾ സംഭവിക്കാം എന്നുള്ളതാണ്. അതായത് മുഹമ്മദ് നബിക്ക് ഒഴികെ, ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം മുഹമ്മദ് നബിക്ക് മാത്രമാണ് പാപസുരക്ഷിതത്വമുള്ളത്. ബാക്കിയുള്ള ആർക്കും, ഈ ഉമ്മത്തിൽ ആർക്കും എന്ത് സംഭവിക്കാം, തെറ്റുകൾ പറ്റാം. അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ് കേട്ടോ, ഇസ്ലാം നമ്മളെല്ലാവരും വളരെ ബഹുമാനിക്കുന്നവർ. പക്ഷേ ഏത് വലിയ ആളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് പ്രമാണമല്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെക്കുറിച്ച് ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വഹിയാണ് പ്രമാണം. വഹി മീൻസ് ദിവ്യബോധനം. ദൈവത്തിൽ നിന്നുള്ള ദിവ്യ സന്ദേശം 2 രൂപത്തിലാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്, അത് വിശുദ്ധ ഖുർആൻ.
രണ്ടാമത്തത് സുന്നത്ത്, അതായത് മുഹമ്മദ് നബിയിലൂടെ പ്രവാചകന്റെ ചര്യകൾ, ഇപ്പോൾ വാക്ക്, പ്രവൃത്തി, അനുവാദങ്ങളിലൂടെയൊക്കെ മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങൾ അതെന്താണ്, ദൈവത്തിന്റെ വചനങ്ങൾ പ്രകാരം മുഹമ്മദ് നബി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഈ രണ്ടെണ്ണമാണ് വഹി മുഖേനയുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ പ്രധാന അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഇജ്മാ, ഖിയാസ് എന്ന് പറയും. പണ്ഡിതന്മാർ ഏകോപിച്ചത്, ഈ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിച്ചതും ഖിയാസും, ഇതാണ് ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായം ഒരിക്കലും എന്തല്ല ഇസ്ലാമിൽ പ്രമാണമാണെന്ന് ഒരു ഖുർആനും സുന്നത്തിലും ഇല്ലാത്തൊരു വിഷയം അടിസ്ഥാന പ്രമാണത്തിന്റെ ഗണത്തിലേക്ക് ഒരിക്കലും വരില്ല. ഇനി അനുബന്ധ പ്രമാണങ്ങളിലേക്ക് വരണമെങ്കിൽ തന്നെ എന്ത് വേണം? പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം വേണം. ഇവിടെ പ്രത്യേക ഇപ്പൊ പറഞ്ഞ വിഷയത്തിൽ പ്രത്യേക എല്ലാവരും പറയുന്നതാണ് ബാക്കി മദ്ഹബിലൊന്നും ഇല്ല, ഷാഫി മദ്ഹബിൽ അല്ലെങ്കിൽ കുറച്ച് പണ്ഡിതന്മാർക്ക് ഒരു ഗ്രന്ഥത്തിൽ ചില പണ്ഡിതന്മാർ, അതിനർത്ഥം എന്താണ്? ഇസ്ലാമിക അടിസ്ഥാന പ്രമാണത്തിൽ ഒരിക്കലും ഇത് വരുന്നില്ല. പണ്ഡിതന്മാരുടെ അത് തന്നെ എന്താണെന്ന് നമ്മൾ പരിശോധിക്കട്ടോ, അത് വേറെ കാര്യം. അവർ പറഞ്ഞ വിഷയം പോലും നിങ്ങൾ പറഞ്ഞതല്ല, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഉള്ള കാര്യത്തെ പറ്റി നിങ്ങൾ പറയുന്നത് എന്താണ്? ഇസ്ലാമിക അടിസ്ഥാന പ്രമാണത്തെ പറ്റിയോ അനുബന്ധ പ്രമാണത്തെ പറ്റിയോ പോലില്ല എന്നുള്ളതാണ്. ഇത് ബേസിക്കലി മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ലണ്ടൻ ഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സ്വയം പ്രഖ്യാപിത നുണയിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെയൊക്കെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പം എന്തായാലും മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പാണ്. ഇതൊന്നും ഒരു മുസ്ലിമിന് പോലും, ഇത് മുസ്ലിം എന്നല്ല മദ്രസയുടെ വരാന്തയിലൂടെ പോയ ഒരാൾക്ക് പോലും ഇത് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ്, പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്, ഫത്തുൽ മുഈൻ എന്താണ്, ഫിഖ്ഹി ചർച്ചകൾ എന്താണെന്നുള്ളതൊക്കെ ബേസിക് ആയിട്ട് അറിയുന്ന മുസ്ലിങ്ങൾക്ക് അറിയാം. പക്ഷെ അവർക്ക് ഇതൊന്നും ബാധിക്കില്ല, അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാവും ഉറപ്പാണ്, ഈവൻ എക്സ് മുസ്ലിങ്ങൾ പോലും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അവസാനം ജബ്ബാറിന് പോലും അവസാനം ഈ പിന്നെ ആരിഫ് പറഞ്ഞത് മണ്ടത്തരാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് തേഞ്ഞു പോസ്റ്റ് ഇടേണ്ടി വന്ന് അത് കാരണം എന്താ വെച്ചാൽ അവർക്ക് പോലും അറിയാം, ഈവൻ എക്സ് മുസ്ലിങ്ങൾക്ക് പോലും അറിയാം ഇവൻ ചെയ്ത് മഹാമണ്ടത്തരാണെന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇവൻ ആകെ ടാർഗറ്റ് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് സംഘി ടീമിനെ, കാരണം അവർക്ക് ഇത് വർക്കാവുള്ളൂ. അതെ, കാരണം അതിനുള്ളൊരു ഉദാഹരണം പറയും. ഒരു ധാരണയില്ലാത്ത ഒരു ചങ്ങായി അയാൾ ചെയ്തൊരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവര് എങ്ങനെയാണ് ഈ ടീമിനെ പറ്റിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ ഇത് നോക്കാം. നമ്മൾ ഇസ്ലാമിനെ ഇങ്ങനെ നക്കി വിമർശിക്കണം, അത് ഇസ്ലാമിനെ ഞങ്ങൾ ഒറ്റയടിക്ക് വിമർശിക്കരുത്. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ആരിഫ് ഹുസൈന്റെ പ്രശ്നം വന്നപ്പം ആദ്യം ഈ മതപട്ടന്മാർ പറഞ്ഞത് സ്വന്തം മോളെ സെക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇസ്ലാമിലേ ഇല്ലാതായിരുന്നു. പിന്നെ പറഞ്ഞ് വ്യഭിചരിച്ചുണ്ടായ വെച്ചാൽ ഇസ്ലാമിക രീതിയിലല്ലാതെ കല്യാണം കഴിച്ചുണ്ടായ മോളെ മറ്റേ ഹറാമല്ല വേണമെങ്കിൽ ഇതാക്കാന്നുള്ളത്. പിന്നെ പറഞ്ഞത് ഖുറാനിലല്ല, അത് പക്ഷെ ഹദീസിലാണെന്നുള്ളത്. പിന്നെ അവന്മാരെന്നെ പറഞ്ഞ് അത് ഹദീസിലാണെങ്കിലും കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇതിങ്ങനെ ന്യായീകരണമില്ല. ഒരു വിവരക്കേടിന്റെ ആഴെന്ന് മാത്രമല്ല, അത് കോൺഫിഡൻസ് പറയുന്നത് ഇങ്ങനെയുള്ള കുറെ റീലൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കൂലേ. അതാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. വെച്ചാൽ ഒന്നും അറിയാത്ത, പക്ഷെ അറിയില്ല എന്നുള്ള വിവരം പോലും ഇല്ലാത്ത കുറെ ടീം. ഇത് കണ്ടന്റ് വീഡിയോ എടുക്കണം, ആലോചിക്കണം, ഫസ്റ്റ് കണ്ടന്റ് ആലോചിക്കണം, എന്നിട്ട് വീഡിയോ എടുക്കണം, എന്നിട്ട് എഡിറ്റ് ഒക്കെ ചെയ്യണം. താഴത്തെ ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്, എഡിറ്റ് ഒക്കെ ചെയ്ത് ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യണ്ടേ. എന്ത് മണ്ടത്തരാന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഇവർക്കൊക്കെ ചിലപ്പോൾ മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവരാരും പറയൂലേ ഖുർആനിലല്ല ഹദീസിലാണുള്ളത്. ഒരു ഹദീസിന്റെ ഒരു കഷണം ഇതുവരെ കൊണ്ടുവരാൻ പറ്റുമോ? ഇത് ഹദീസല്ല. ആ ഹദീസ് കുറച്ച് ആൾക്കാരുടെ മാത്രം, അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനത്തെ ഒരു ഹദീസ്, അതായത് ഇസ്ലാമിൽ സ്വഹീഹായ ഹദീസ് ആണെങ്കിൽ, അതായത് പരമ്പര മുഖേന കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ട സ്വഹീഹായ ഹദീസുകളാണെങ്കിൽ അത് പിന്നെ കുറച്ച് ആൾക്കാർ അംഗീകരിക്കുക, കുറച്ച് ആൾക്കാർ അങ്ങനത്തെ ഒരു സംഭവമില്ല. സ്വഹീഹായ ഹദീസ് ആണെങ്കിൽ ഇപ്പോൾ പ്രമാണമാണ്. അതേപോലെ തന്നെ ഖുർആൻ ആണെങ്കിൽ ഇത് പ്രമാണമാണ്. അതിൽ നിന്ന് കുറച്ചെടുക്കാതിരിക്കുക, അങ്ങനെ സംഭവമില്ല. ഇയാൾ മനസ്സിലാക്കി ഇത് ഹദീസാണെന്നാണ്. അപ്പൊ ഞാൻ പറയില്ലേ, ഇത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഇട്ടതാണ്. ഇങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട്, ഒന്നും അറിയാത്ത, എന്നാൽ അറിയില്ല എന്നുള്ള വിവരം പോലും ഇല്ലാത്ത കുറെ ടീംസിനെ പറ്റിക്കാൻ പറ്റും. അറിവില്ലായ്മയിൽ ആത്മവിശ്വാസമുള്ള, കോൺഫിഡൻസ് ഉള്ള ഈ ഒരു യൂണിവേഴ്സ് അവരെ പറ്റിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. അല്ലാതെ മുസ്ലിങ്ങൾ എന്തായാലും ഇത് ഈ പറഞ്ഞ ഈ നാടകങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ പറ്റി കേട്ടുപരിചയമുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നോൺ മുസ്ലിമിനെ പോലും ഇത് മനസ്സിലാവും. ഒരിക്കലും കബളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഈ ഫിഖ്ഹി ചർച്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 4 മദ്ഹബുകളിലാണെങ്കിൽ പോലും ഇത് പാടില്ല. അതായത് നേരിട്ടുള്ള മകൾ എന്തായാലും പറ്റൂല. ഈ നിരീശ്വരവാദികൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. ഇൻസെസ്റ്റ് ഒക്കെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഇസ്ലാമിൽ 4 മദ്ഹബുകളിൽ അത് പറ്റൂല. 3 മദ്ഹബുകളിലും അത് കംപ്ലീറ്റ്ലി ഹറാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലാത്തതിന് ഹറാമുണ്ട്, മക്രൂഹ്, അതായത് വെറുക്കപ്പെട്ടതുണ്ട്. ഈ ഷാഫി മദ്ഹബിനെ കുറിച്ചാണ് വെറുക്കപ്പെട്ടത്. അപ്പം ഷാഫി മദ്ഹബിൽ പറയുന്നത് വെറുക്കപ്പെട്ടത് എന്നൊരു വിധി അവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ ഈ പറയുന്ന ഒരു സംഭവത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 3 മദ്ഹബുകളിലും അത് നിഷിദ്ധം, ഒരു മദ്ഹബിൽ അത് വെറുക്കപ്പെട്ടത്. ഇതിനെയാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾ എന്താ പറയുന്നത്, ഇത് എന്താ പറയാ, റിപ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കാവാം, ആസ്വാദനത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്കാവാം. അവിടെ വെറുക്കപ്പെട്ടതെന്നോ നിരുത്സാഹപ്പെടുത്തേണ്ടതോ എന്ന് പോലും പറയാനുള്ള മാനദണ്ഡം നിരീശ്വരവാദ പ്രകാരം നിങ്ങൾക്കില്ല. അവിടെ നിങ്ങൾ വിമർശിക്കുന്നത് എന്തിനാണ്? ഇസ്ലാമിനെ. അഭിപ്രായങ്ങളിൽ 3 നിഷിദ്ധം. 4 അഭിപ്രായങ്ങളാണ്, 3 നിഷിദ്ധം. അത് ഖുറാന്റെ ആയത്ത് നേരത്തെ പറഞ്ഞു,
ഖുർആന്റെ ആയത്തിൽ ഒരു ഡൗട്ടോ ഇല്ലാതെ ക്ലിയർലി പറയുന്നു തെറ്റാണ്, പറ്റില്ല. ഹുരിമത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഉമ്മഹാത്തുക്കു നിങ്ങളുടെ ഉമ്മമാരെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ബനാത്തുക്കു നിങ്ങളുടെ മക്കളെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യുന്നു. ഇനി അതിന്റെ എക്സ്പ്ലനേഷനിൽ ഇപ്പൊ പറഞ്ഞ വ്യഭിചാരത്തിലൂടെ ജനിക്കുന്ന മകൾ എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ വ്യഭിചാരത്തിലൂടെ ജനിക്കുന്ന മകളാണെങ്കിൽ പോലും 4 അഭിപ്രായങ്ങൾ ഉണ്ടാവും. 4 വീക്ഷണത്തിൽ ഈ വിഷയത്തെ കാണാൻ ശ്രമിക്കുന്നു. 4 വീക്ഷണത്തിലും 3 വീക്ഷണത്തിലും പറയുന്നു നിഷിദ്ധം, ഓരോ ഓപ്ഷനും ഇല്ല. 4ാമത് പറയുന്നു നിഷിദ്ധത്തിന്റെ തൊട്ട് താഴെ വെറുക്കപ്പെട്ടത്, ചെയ്യാൻ പറ്റുന്നല്ല, വെറുക്കപ്പെട്ടത്. ഇനി അതിലും അടുത്തൊരു എന്താണ് മക്രൂഹ് എന്ന് പറയുന്നത്? ഈ ഫത്തുൽ മുഈന് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ഈ ഹറാമല്ല എന്നുള്ള സാധനം അണ്ടർലൈൻ ചെയ്യുന്ന ആൾക്കാർ അതിന്റെ വിശദീകരണം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഹറാമല്ല വെറുക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ എന്താ പറയുന്നത് അറിയാം. അതിന്റെ വിശദീകരണം തന്നെ ഇപ്പം ഉദാഹരണത്തിന് വ്യഭിചാരത്തിലൂടെയുള്ള കുട്ടികൾ എന്ന് പറയുന്നതിന് ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്, സോഷ്യൽ ഇംപ്ലിക്കേഷൻ. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ഫിഖി ചർച്ചകൾ എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിബിലിറ്റീസ്, ജൂറിസ്പ്രുഡൻസിന്റെ എല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ് ചർച്ചകൾ വരിക. പണ്ഡിതന്മാരുടെ ഒരു ഡെപ്തും അവരുടെ സൂക്ഷ്മതയും കൂടിയാണ്. ഇപ്പോ ചില ചർച്ചകൾ കാണാൻ പറ്റും, പറയാറുണ്ട് പലപ്പോഴും ഇത് പള്ളിയിൽ ഇരിക്കുന്നതിനാണ് എഴുത്തികാഫ് എന്ന് പറയാം. പള്ളിയിൽ ഇരുന്നാൽ എഴുത്തികാഫിന്റെ പ്രതിഫലം കിട്ടുന്നൊക്കെ പറയും. കുറച്ചുകൂടെ അടുത്ത് പള്ളിയിൽ പ്രതിഫലം ആഗ്രഹിച്ചിരുന്നാൽ നന്മ ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലം കിട്ടുന്ന പറയും. അപ്പോ ഒരു ചർച്ച അങ്ങനെയാണ്, പള്ളിയുടെ മുകളിൽ വളർന്നിട്ടുള്ള കൊമ്പ്, അതായത് പള്ളിയിലൂടെ ഒരു മരം ഇങ്ങനെ വളർന്നു, എന്നിട്ട് അതിന്റെ കൊമ്പ് പുറത്തേക്ക് ഇങ്ങനെ പോയി, എന്നിട്ട് ആ കൊമ്പിന് പോയിരുന്നാൽ ഒരാൾക്ക് എഴുത്തികാഫിന്റെ പ്രതിഫലം. അങ്ങനെ പോലും സൂക്ഷ്മമായിട്ട് നോക്കുന്നതാണ് ഫിഖ്ഹി കർമ്മശാസ്ത്രം എന്താ പറയാ വിഷയം. നമ്മളിങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിനിപ്പോ എന്താ പള്ളിന്റെ ഉള്ളിലൂടെ ഒരു മരം വന്നിട്ട് ആ മരത്തിന്റെ മേലെ ഇരുന്നാല് എന്നൊരു ചർച്ച എന്തിനാന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ മേഖലകളും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ. അപ്പൊ ഈ എന്തിനാണ് ഈ വ്യഭിചാരത്തിലുള്ള മക്കളെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് വെച്ചാൽ ഇത് ഇവരെ പോലെ ഫാമിലി ഇല്ലാത്തൊരു സിസ്റ്റം അല്ലല്ലോ ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിൽ കൃത്യമായ ഫാമിലി സിസ്റ്റം ഉണ്ട്. അപ്പം അവിടെ എങ്ങനെയാണ് ഒരു മകൾ എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് വരിക എന്നുള്ളതാണ് ഈ ചർച്ചന്റെ അടിസ്ഥാനം. അപ്പൊ അതായത് വിവാഹത്തിലൂടെയുള്ള നേരിട്ടുള്ള മകളെയാണ് മകൾ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് വരിക. അത് വെറുതെ ഒരു സ്റ്റാറ്റസ് മാത്രമല്ല, അനന്തരാവകാശം അങ്ങനെയുള്ള പല ഇംപ്ലിക്കേഷൻസ് അതിനുണ്ട്. പിന്നെ മഹറം അങ്ങനെയുള്ള പല വിഷയങ്ങൾ ലീഗലി ഒരുപാട് വിഷയങ്ങളിൽ ഈ മകൾ എന്ന് പറയുന്ന സ്റ്റാറ്റസ്, ഉപ്പ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഒരുപാട് വ്യവഹാരങ്ങളിൽ അനിവാര്യമായിട്ട് വരും. അപ്പൊ ആ സമയങ്ങളിൽ പരിഗണിക്കുന്ന മകൾ ആരാവണം? ആ മകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലീഗലി ആ എല്ലാ കാര്യങ്ങളും വ്യവഹാരങ്ങൾക്കും വാലിഡ് ആവണമെങ്കിൽ ആ മകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായിട്ടുള്ള വിവാഹത്തിലൂടെ ഉണ്ടായിട്ടുള്ള മകളായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈ പറഞ്ഞ അനന്തരാവകാശം, മഹറം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പരിഗണിക്കാൻ പറ്റുക എന്നുള്ള ചർച്ചയിലാണ് ഇത് വരുന്നത്. അല്ലാതെ മകളെ കല്യാണം കഴിക്കാൻ പറ്റുക എന്നുള്ള ചർച്ചക്കല്ല. ഇനി അപ്പൊ അവിടെ ഈ മകൾ എന്നുള്ള സ്റ്റാറ്റസിനെ കുറിച്ച് മാത്രമാണ് അവിടെ ചർച്ച വരുന്നത്. ഓക്കെ, അതിന്റെ വിശദീകരണങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. അതിൽ തന്നെ ഒരാൾക്ക് വ്യഭിചാരത്തിലൂടെയുള്ള പുത്രി എന്നുള്ളതിൽ അതിൽ ഈ പറഞ്ഞതുപോലെ 4 മദ്ഹബുകളും അത് കംപ്ലീറ്റ്ലി അത് പറ്റിയില്ല എന്ന് പറയുന്നു. 4ാമത്തെ മദ്ഹബ് അത് വെറുക്കപ്പെട്ടതാണെന്ന് പറയുന്നു. ഓക്കെ, ഈ വെറുക്കപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് പലപ്പോഴും ഈ വേശ്യകൾ ഒരു വേശ്യ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വേശ്യയിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. ഇസ്ലാമിക കർമ്മശാസ്ത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു വേശ്യയിൽ ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടി ഇവൻ്റേതാവാനുള്ള ചാൻസ് ഉണ്ട്, ഇവൻ്റെ അല്ലാതാവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഈ പണ്ഡിതന്മാരുടെ ചർച്ച പോകുന്ന വഴി എന്താ വെച്ചാൽ, ഇങ്ങനെ ആ വേശ്യയിൽ ജനിക്കുന്ന കുട്ടി ഇവൻ്റേതല്ലാതാവാനുള്ള ചാൻസും ഉള്ളത് കൊണ്ട് പരിപൂർണമായി നിഷിദ്ധമാണെന്ന് പറയുന്നതിൽ എന്തുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് വെറുക്കപ്പെട്ടതാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി ഇയാളുടെ തന്നെ രക്തബന്ധത്തിൽ പെട്ടതാണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ഇമാം നവവി റഹിമഹുല്ല പറയുന്നൊരു ഷാഫി ഇമാം, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷാഫി ഇമാമിനെ കഴിഞ്ഞാൽ 2ാമത്തെ പണ്ഡിതനാണ്. അപ്പോൾ ഇമാം നവവി വിശദീകരിക്കുന്ന കാര്യം ഇതാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇത് മക്രൂഹ് എന്ന് പറഞ്ഞ അതിന്റെ ഇംപ്ലിക്കേഷൻ പറയാണ്. അവിടെ ഇയാളുടെ രക്തബന്ധത്തിൽ തന്നെയുള്ള, അതായത് ഇയാളുടെ കുട്ടി തന്നെയാണെന്നുണ്ടെങ്കിൽ, വ്യഭിചാരത്തിലുള്ള കുട്ടിനെ കുറിച്ചാണ് പറയുന്നത്, ഇയാളുടെ കുട്ടി തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നിഷിദ്ധമാകുന്നു. എന്ന് വെച്ചാൽ എന്താ, അതിന് ഇംപ്ലിക്കേഷൻ അടക്കം പറയുന്നത് എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ മുഹമ്മദ് നബിക്ക് വഹിയുണ്ട്, അതുകൊണ്ട് തന്നെ ആ കുട്ടി തൻ്റെതാണോ അല്ലേന്ന് പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും നബിക്ക്. അപ്പോൾ നബി ഉറപ്പിച്ച് പറഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഉറപ്പാണ്, വേറെ ഡിസ്കഷൻ ഇല്ല. അതുകൊണ്ട് അത് ഹറാമാണ്, പാടില്ല. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ കാലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ചർച്ചയുടെ തുടർച്ചയായിട്ട് നമുക്ക് നമ്മുടെ കാലത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ DNA ടെസ്റ്റ് ഉണ്ട്. DNA ടെസ്റ്റിലൂടെ ഒരാൾക്ക് അയാളുടെ മകൾ തന്നെയാണ്, വ്യഭിചാരത്തിലൂടെയുള്ള കുട്ടിയാണെങ്കിൽ പോലും അയാളുടെ മകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഷാഫി മദ്ഹബ് തന്നെ പറയുന്നത് എന്താണ്, അതും ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു. അപ്പോൾ ആകെയുള്ള പോസിബിലിറ്റി എവിടെയാണ്? ഒരാൾക്ക് വ്യഭിചാരത്തിലൂടെയുള്ള ഒരു വ്യഭിചരിച്ചു, ആ വ്യഭിചരിച്ച പെണ്ണിൽ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ഇയാളുടേതല്ലാതാകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, വെറുക്കപ്പെട്ടത് പോലും ആകുന്നത്. മനസ്സിലായോ? ഇയാളുടെ തന്നെയാണെങ്കിൽ അതുപോലെ ഹറാമാണ്. ഇയാളുടേതല്ലെങ്കിലും കംപ്ലീറ്റ്ലി ഓക്കെ അല്ല, വെറുക്കപ്പെട്ട കാറ്റഗറിയിലേക്ക് വരുന്നത്. ഇയാളുടേതാണെങ്കിൽ പൂർണ്ണമായി സിംപ്ലി
ഇയാളുടെ മകൾ അത് രക്തബന്ധത്തിൽപ്പെട്ട മകളാണെങ്കിൽ, വ്യഭിചാരത്തിലൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇസ്ലാമിന്റെ എല്ലാ മദ്ഹബുകളിലും ഹറാമാണ്. ഓപ്ഷനും ഇല്ല. എന്നിട്ട് ഇമാം നവവി അത് വിശദീകരിച്ചു, ഹാദാ മദ്ഹബുന, ഇതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ടാണ് ഇമാം നവവി അവസാനിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്നത് പച്ച നുണയാണ്. ഖുറാനിലില്ല, ഹദീസിലില്ല. പിന്നെ പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ പ്രമാണമായിട്ട് എടുക്കൂല. എന്നാൽ പോലും പണ്ഡിതന്മാർക്ക് എന്താ അഭിപ്രായം ഉള്ളത്? പറ്റൂല എന്നാണ്. എല്ലാ മദ്ഹബുകളും ഒരേപോലെ പറയുന്നത് പറ്റില്ല എന്നാണ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാർ ഹറാമല്ല എന്ന് പറഞ്ഞാൽ അതെന്താ ഒരു വളരെ വിശദമായ ഒരു ഫിഖ്ഹി ചർച്ചൻ്റെ ഒരു ബ്രാക്കറ്റാണ് ആ സംഭവം. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം, മക്രൂഹ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടത്. ഈ വെറുക്കപ്പെട്ടതിൻ്റെ ഇംപ്ലിക്കേഷൻസ് അതിൻ്റെ വളരെ വിശദമായ ചർച്ച മൊത്തമായിട്ട് മാറ്റി വെച്ചിട്ട് പറയണം, കണ്ടോ ഇസ്ലാമിൽ വ്യഭിചരിച്ച കുട്ടിയെ കല്യാണം കഴിക്കാന്നൊക്കെ പറയണമെങ്കിൽ ഇച്ചിരി ഒരു ഉളുപ്പ് വേണ്ട ചങ്ങായിമാരെ. ഇതൊരു മത്സരമൊന്നുമല്ല, ഒരു ഡിബേറ്റ് മത്സരമൊന്നുമല്ല. ഇതൊരു സമുദായത്തെ പറ്റി, സമൂഹത്തെ പറ്റി, അവരുടെ വിശ്വാസങ്ങളെ പറ്റി സംസാരിക്കുന്ന ആരല്ലേ. അവിടെ നമുക്ക് എന്തൊക്കെ ലക്ഷ്യം ഉണ്ടായിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു വെരിഫിക്കേഷൻ നടത്തിക്കൂടെ, എന്താണ് ഇവർ പറയുന്നതെന്നുള്ളതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ. അത് ഈ വെറുപ്പുണ്ടാക്കിയിട്ട് എന്താ കിട്ടുന്നതാണ്? ഇത്രത്തോളം വിദ്വേഷം ഉണ്ടാക്കി ഇവരെന്തോ മോശക്കാരാണ്, എന്തൊക്കെയോ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് കിട്ടുന്നത്? അവിടെ നിങ്ങളുടെ ആശയത്തിൽ അനുവദനീയമായ കാര്യങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത് കൂടെ ആലോചിക്കണം. നിങ്ങളുടെ ആശയത്തിൽ ഇവ അനുവദനീയമാണെന്നുള്ളത് നിങ്ങളുടെ ആളുകൾ തന്നെ സ്ഥിരമായി ഒന്നിലധികം തവണ പല പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞൊരു വിഷയത്തെ പറ്റി അത് ഒരു നിലക്കും പറയാത്ത കൃത്യമായി അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആനിലെ വചനത്തിലൂടെ നിഷിദ്ധമാക്കിയ ഒരു സമുദായത്തെ പറ്റി, ഒരു ആശയത്തെ പറ്റി നിരന്തരം ഈ കാര്യം ആരോപിക്കുക, അല്ലെങ്കിൽ പച്ചക്കളവ് പറയുക എന്ന് പറയുന്ന കാര്യം അതൊരു നിലക്കൊരു മാന്യതയുള്ള അല്ലെങ്കിൽ ഉളുപ്പുള്ള ആളുകൾക്ക് ചേർന്ന കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഈ ഡിസ്കഷനിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യത്താണ്. ആകെ ഇത് കുറച്ചെങ്കിലും ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് കരുതുന്നത് ഇങ്ങനെയുള്ള ഒരു ധാരണയില്ലാത്ത, അറിവില്ല എന്ന അറിവ് പോലും ഇല്ലാത്ത കുറേ മണ്ടന്മാരായ അണികളെ മാത്രമാണ് നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു പ്രാഥമിക ധാരണ ഉള്ളവർക്ക് പോലും നിങ്ങളുടെയൊക്കെ ഈ ലണ്ടൻ ഓട്ടങ്ങളൊക്കെ കൊണ്ട് കൃത്യമായ ധാരണ ഇതുവഴി തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അസ്സലാമു അലൈക്കും.